ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും പാടുപെടുന്നവരാണ് അല്ലേ? ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. പ്രത്യേകിച്ച് അപ്രത്യക്ഷമായ സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും അനിശ്ചിതത്തിലാക്കുകയും അല്ലെങ്കിൽ നിവൃത്തിയില്ലാതാക്കുകയും ചെയ്യുമ്പോൾ നിർഭാഗ്യവശാൽ ഈ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ദൈനംദിന നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ഉപകാരപ്പെടാറില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ വിജയിക്കാനും ഒരു സംതൃപ്തി നേടാനും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തതിനാൽ സന്തോഷം അനുഭവിക്കാൻ പ്രയാസമാവുന്ന ഒരു അവസരത്തിലും നമുക്ക് ഇന്നർ വർക്ക് ചെയ്യാവുന്നതാണ്. സത്യം എന്തെന്നാൽ ഭൗതിക വിജയവും അല്ലെങ്കിൽ ഓരോ സാഹചര്യവും പലപ്പോഴും സന്തോഷം ഉറപ്പു നൽകുകയും അല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യാൻ കഴിയും. അവിടെയാണ് ഈ ആന്തരിക ഹീലിംഗ് പ്രസക്തമാകുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും വാല്യൂകളും എന്നിവയുൾപ്പെടെയുള്ള നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക, നമ്മുടെ യഥാർത്ഥം കണ്ടെത്തുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക, രീതികളിൽ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ പെരുമാറ്റ രീതികളെ പരിവർത്തനം ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നർ പ്രവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷ്യം സ്വയം അവബോധം കൈവരിക്കുക എന്നതാണ്. ഈ പ്രക്രിയയിലൂടെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചും നിങ്ങളുടെ വൈകാരിക മുറിവുകളെക്കുറിച്ചും നിങ്ങളുടെ ആഴത്തിലുള്ള ഒരു ധാരണ വികസിപ്പിക്കാൻ ഇതിന് കഴിയും. ഇനി നിങ്ങളുടെ ലൈഫിനെ ഇത് എങ്ങനെയാണ് ഒരു ഹാപ്പി മൊമെൻറ്റിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ഒരു റീസൺ കണ്ടെത്താനും നിങ്ങളുടെ ദൈനംദിന ലൈഫിൽ കൂടുതൽ സംതൃപ്തി എങ്ങനെ കണ്ടെത്താനാവും എന്നുള്ളതാണ്. നമ്മുടെ മറഞ്ഞിരിക്കുന്ന ചിന്തകളുണ്ടാവും, വിശ്വാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മകളുണ്ടാവും, അല്ലെങ്കിൽ സ്വയം കൈകാര്യം ചെയ്യുന്നതിന് വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരുപാട് ആന്തരിക പ്രവർത്തനങ്ങൾ പ്രക്രിയകൾ നമ്മളെ നയിക്കാൻ ഇതിന് കഴിയാറുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ മൂലകാരണം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഈ ആന്തരിക വർക്കിലൂടെ നമുക്ക് സഹായകമാകും.